ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷിന്റെ കടയിലേക്ക് വന്ന നീതു വീട്ടിലുണ്ടാക്കിയ സ്നാക്സ് ഹരീഷിന് കൊടുക്കുകയാണ്. നിന്റെ അമ്മ ഇതിൽ വിഷം വെച്ച് കാണുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലോ, അതുകൊണ്ട് ഇതിൽ വിഷം വെച്ച് കാണത്തില്ല. ഈ സ്നാക്സ് ഒക്കെ എന്റെ ചേട്ടൻ ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാ, ധൈര്യമായിട്ട് കഴിച്ചോ. ഇത് കേട്ട് ഹരീഷ് പറയാണ്, ഇങ്ങനെയാണെങ്കിൽ നിന്റെ ഭക്ഷണത്തിൽ പോലും അവര് വിഷം ചേർക്കുമല്ലോ, അതൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ് നീതുവും ഹരീഷും കൂടി സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയാണ്. അവിടേക്ക് വന്ന ചന്തു ചോദിക്കുന്നു, ഞാൻ കട മാറിയാണോ വന്നേ? അല്ലല്ലോ നീതു, ഇത് നീ തന്നെയാണോ? എപ്പൊ നോക്കിയാലും നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇപ്പൊ നീതു പറയാണ്, എപ്പോഴും ഞങ്ങള് വഴക്കുണ്ടാക്കുകയൊന്നും അല്ല. ചന്തുവിന് സ്നാക്സ് കൊടുത്ത് കടയിലേക്കുള്ള സാധനം വാങ്ങാനായി പറഞ്ഞു വിടുകയാണ് ഹരീഷ്. അപ്പൊ നീതു പറയുന്നു, ഹരീഷ് നിനക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എത്ര തവണ വിളിച്ചാലും നീ സംസാരിക്കില്ല. അപ്പൊ ഹരീഷ് പറയാണ്, ശരി, നമ്മുടെ ഇടയിൽ ഒരു വഴക്കുണ്ടായി, ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല, അപ്പം നീ എനിക്ക് കുറച്ച് സമയം തരണ്ടേ? പക്ഷെ നീ അങ്ങനെ ചെയ്യാറില്ല. എന്റെ ദേഷ്യം കൂട്ടുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ എങ്ങനെ എന്റെ ദേഷ്യം കുറയാനാ? അപ്പൊ നീതു പറയണ, മതി, ഇനി ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട, കഴിക്ക്. ഹരീഷ് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ചുമ്മാ പറ. പുഞ്ചിരിച്ച ഹരീഷ് പറയുന്നു, ഇഷ്ടമാ നീതു. എത്ര ഇഷ്ടമാണെന്ന് നീതു ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ഹരീഷ് പറയുകയാണ്. ആളൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നീതു പറയണ, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയോ? അപ്പൊ ഹരീഷ് പറയണ, നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ നീ എന്നെ കാണാനായി ഓടി ഓടി വരുന്നേ. നീതു പറയണ, എനിക്ക് ഹരീഷിനെ കടലോളം ഇഷ്ടമാണ്. ഹരീഷ് പറയണ, എനിക്കുമെങ്കിൽ കടലോളം ഇഷ്ടമാണെന്ന് വിചാരിച്ചോ. അപ്പൊ നീതു ചോദിക്കുന്നു, ശരി, നിനക്ക് എന്നെയാണോ ഇഷ്ടം, നിന്റെ വീടാണോ ഇഷ്ടം? അപ്പൊ ഹരീഷ് പറയണ, അതൊരു ഉടങ്ങി കിടക്കുന്ന വീടല്ലേ, ആ വീടാണോ നിന്നെയാണോ ഇഷ്ടം എന്നൊക്കെയാണോ ചോദിക്കുന്നത്. അപ്പൊ നീതു പറയണ, വീടെന്ന് പറഞ്ഞാൽ വീടിനെ അല്ല, ആ വീട്ടിലുള്ളവരെയാ. അപ്പൊ ഹരീഷ് പറയണ, നിന്നെ ഇഷ്ടമാണ്, എന്റെ വീട്ടിലുള്ളവരെ എനിക്കിഷ്ടമാണ്. അപ്പൊ നീതു പറയണ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഹരീഷ്? എന്നെ വേണോ നിന്റെ ചേട്ടനെ വേണോ എന്ന് ഒരു ചോദ്യം ഉണ്ടായാൽ നീ ആരുടെ കൂടെ നിൽക്കും? ഒരു വഴക്ക് വന്നപ്പോൾ നിന്റെ ചേട്ടന് വേണ്ടി നീ എന്നെ വേണ്ടാന്ന് വെക്കാൻ പോലും തയ്യാറായി. ആ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ അങ്ങനെ പറഞ്ഞതൊക്കെ എന്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ടേ ഇരിക്കുക. നീ പറയുന്ന വാക്കിലാ ആ മുറിവ് മാറുക. പറ, നിന്റെ ചേട്ടനെയാണോ എന്നെയാണോ നിനക്കിഷ്ടം? നമ്മുടെ വഴക്കുണ്ടായത് എങ്ങനെയാ? നിന്റെ സുഭാഷ് ചേട്ടന്റെ കല്യാണം മുടങ്ങാൻ കാരണക്കാരി ഞാനാണെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഹരീഷ് പറയണ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ സുഭാഷ് ചേട്ടന്റെ കൂടെ നിൽക്കും. അപ്പൊ നീ എന്റെ കൂടെ നിൽക്കില്ലേന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കണ, എങ്ങനെ നിൽക്കാൻ പറ്റും? സുഭാഷ് ചേട്ടന് ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളേ? സുഭാഷ് ചേട്ടൻ പാവോ നീതു? അപ്പൊ നീതു പറയണ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്നെ വേണോ നിന്റെ വീട്ടുകാരെ വേണോ എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? എന്നെ വേണ്ടാന്നേ പറയത്തുള്ളല്ലേ? ചുമ്മാ പറ ഹരീഷ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ വിഷമിക്കില്ല. അതൊന്നും പറയാൻ പറ്റില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ പറ ഹരീഷ് എന്ന് പറഞ്ഞ് നീതു നിർബന്ധിക്കുകയാണ്. അപ്പം ഹരീഷ് പറയണ, എന്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ എങ്ങനെ വേണ്ടാന്ന് വെക്കും? നീ വെറുതെ വഴക്കിനോരോ കാരണങ്ങൾ കണ്ടെത്തരുത്, പിന്നെ 4 ദിവസം ഈ വഴക്കായിരിക്കും. അപ്പൊ നീതു പറയണ, ഞാൻ വഴക്കടിക്കാനൊന്നും വരില്ല, നീ പറ ഹരീഷ്. അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് എന്റെ വീടാണ് പ്രധാനം, വീട്ടിലുള്ളവരെ ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെക്കും. ഇത് കേട്ട് നീതുവിന്റെ മുഖം വാടുകയാണ്. ഹരീഷ് പറയുന്നു, ഇത്രേ ഉള്ളൂ, കണ്ടില്ലേ മുഖം വാടിയത്? അടുത്ത ഇനി നീ വഴക്കുണ്ടാക്കാൻ വരും, ഡെയിലി കടയിൽ വന്ന് വഴക്കുണ്ടാക്കും. നിനക്ക് വഴക്കുണ്ടാക്കാൻ വലിയ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. നീ എന്നെയാണോ പ്രണയിക്കുന്നത് അതോ നമ്മൾ ഉണ്ടാക്കുന്ന വഴക്കിനെയാണോ പ്രണയിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി ഈ വിഷയം സംസാരിക്കാതിരുന്നാലും അത് വീണ്ടും വീണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പൊ ഇത് പറയണ, ഞാൻ വഴക്കിടല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഹരീഷ് പറയണ, ദയവ് ചെയ്ത് ഇങ്ങനെ പെരുമാറാൻ ശ്രമിക്കും, അതാ നിനക്കും എനിക്കും നല്ലത്. നീതു മനസ്സിൽ പറയുകയാണ്, ഇത്രയൊക്കെ ചോദിച്ചിട്ടും എന്റെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടിയെങ്കിലും ഞാനാണ് എല്ലാരെക്കാളിലും പ്രധാനമെന്ന് പറയുന്നില്ലല്ലോ. തുടർന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വന്ന നിധി ഭാസ്കറിനോട് ചോദിക്കുന്നു, അച്ഛാ പനി എങ്ങനെയുണ്ട്? രാവിലത്തെ പോലെ തന്നെ ചൂടുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അപ്പൊ ഭാസ്കരൻ പറയണ, അതൊന്നും വേണ്ട മോളെ, രാവിലത്തേനേക്കാളും ഇപ്പൊ കുറവേ ഉള്ളൂ, കഞ്ഞിയും മരുന്നും ഒക്കെ ഞാൻ കഴിച്ചായിരുന്നു. അപ്പൊ നിധി പറയണ, അടുത്തൊരു ക്ലിനിക് ഉണ്ട് അച്ഛാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഭാസ്കരൻ പറയുന്നു, അതൊന്നും വേണ്ട മോളെ, ക്ലിനിക്കൊക്കെ എന്തിനാ, ഗുളിക കഴിച്ചാൽ എല്ലാം ശരിയായിക്കോളൂ. വാതിലിന്റെ അരികിലേക്ക് വന്ന നികേഷ് അവരെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഇപ്പൊ മോള് ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, പോയി മുഖം കഴുകിയിട്ട് ചായ കുടിക്കാൻ നോക്ക്. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന നിധി ചായ ഉണ്ടാക്കുകയാണ്. അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ചായ ഉണ്ടാക്കുകയാണോ? ഞാൻ സഹായിക്കണം. അപ്പൊ നിധി പറയുന്നു, വേണ്ട നികേഷ്. പിന്നെ കോളേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നികേഷ്? മോഡൽ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയോ? അപ്പൊ നികേഷ് പറയണ, എഴുതിയിട്ടുണ്ട് ഏട്ടത്തി, ഉറപ്പായിട്ടും പാസ്സാകും. ഇത് കേട്ട് നിധി പറയണ, എപ്പൊ ചോദിച്ചാലും പാസ്സാകും എന്ന് പറയുന്നു, നല്ല മാർക്ക് വരുമെന്ന് പറയില്ലല്ലോ. പുഞ്ചിരിച്ച നികേഷ് പറയണ, അതിനൊക്കെ നന്നായിട്ട് പഠിക്കണ്ടേ ഏട്ടത്തി, ഞാൻ പാസ്സാവാൻ വേണ്ടിയല്ലേ പഠിക്കുന്നേ. അപ്പൊ നിധി പറയണ, നികേഷ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണേ, ഞാൻ ഓഫീസിലിരുന്ന് ഇതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താ ഏട്ടത്തിന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, നിനക്ക് UPSC എക്സാം എഴുതാൻ ട്രൈ ചെയ്തൂടെ? അപ്പൊ നികേഷ് ചോദിക്കട്ടെ, എന്നിട്ട് എന്താ IAS ആകാനാണോ? കുപ്പത്തൊട്ടിൽ നിന്ന് ഒരു കളക്ടർ കുട്ടി നല്ല ടൈറ്റിൽ ഇട്ടൊരു വാർത്ത വരും, കളക്ടർ ആകണമെന്ന് ഏട്ടത്തി എന്ത് ഈസി ആയിട്ടാ പറയുന്നത്? അത് വലിയ പാടാണ് ഏട്ടത്തി, ഒരുപാട് കഷ്ടപ്പെടണം. ഇത് കേട്ട് നിധി പറയുന്നു, കഷ്ടപ്പെടണോടാ, 1-2 വർഷം നീ കഷ്ടപ്പെട്ടാൽ എക്സാം ഒക്കെ പാസ്സായാൽ നിനക്ക് ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് ഉണ്ടാകും. പിന്നെ ചൈരം വെച്ച കാറിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യാം, എവിടെ ചെന്നാലും
നിനക്കൊരു രാജകീയ ബഹുമാനം കിട്ടും. ഗവൺമെന്റ് തന്നെ നിനക്ക് ബംഗ്ലാവ് പോലുള്ള വീട് തരും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതാ ഞാൻ ഓഫീസിലിരുന്ന് ആലോചിച്ചത്. ഇത് കേട്ട് നികേഷ് ചോദിക്കണ, എന്താ ഏട്ടത്തിക്ക് ഓഫീസിൽ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നോ? അപ്പൊ നിധി പറയണ, ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇതും എന്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടേയിരുന്നു. എന്റെ വീട്ടില് എന്നോട് കളക്ടർ ആകണം എന്ന് പറയാനുണ്ടായിരുന്നു. അപ്പൊ നികേഷ് പറയണ, ജോലിക്ക് പോകാൻ പാടില്ല, പക്ഷെ കളക്ടർ ആകണം. അപ്പൊ നിധി പറയണ, കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അഭിമാനമുള്ള കാര്യമല്ലേ? നാട്ടുകാരോടൊക്കെ പറയാലോ എന്റെ മോള് കളക്ടർ ആണെന്ന്. പക്ഷെ എനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ ചെയ്യ. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി എനിക്ക് വയ്യ, അതിനൊക്കെ ഒരുപാട് പഠിക്കണം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ നിധി പറയണ, നിന്നെ കൊണ്ട് പറ്റുവാടാ. നീ ഒരു ദിവസം പോലും ബുക്ക് എടുത്ത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പാസ് ആകുന്നുണ്ട്. അപ്പൊ നീ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. എത്തിക്കിട്ട് നികേഷ് പറയണ, ശരി എങ്കിൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോളേജ് കഴിഞ്ഞതിന് ശേഷം കളക്ടർ ആകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നിധി പറയുന്നു, നികേഷ് ആ ഗ്ലാസിങ് എടുത്തേ. നോക്ക്, നാളെ നീ കളക്ടർ ആയാൽ നമ്മൾ ചായ ഉണ്ടാക്കിയതൊക്കെ നിനക്ക് ഓർമ്മയിൽ വരും. ഇതിട്ട് നികേഷ് പറയണം, പോയെടുത്തി. നികേഷിന് ചായ കൊടുത്തിട്ട് ഭാസ്കറിന്റെ അടുക്കിലേക്ക് വന്ന നിധി പറയുന്നു, അച്ഛാ എഴുന്നേൽക്ക്. അങ്ങനെ ഭാസ്കറിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചായ കൊടുത്ത് ബന്നു എടുത്ത് കൊടുക്കുകയാണ് നിധി. ചായയിൽ മുക്കി കഴിച്ചാ മതി. അപ്പൊ ഭാസ്കരൻ പറയണ, വായൊക്കെ കഴിക്കുന്നു മോളെ, കഴിക്കാൻ വയ്യ. അപ്പൊ നിധി പറയണ, സാരമില്ല കഴിക്ക്. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, എനിക്ക് വേണ്ടി എന്തിനാ മോളെ ഇതൊക്കെ? ഞാൻ ഇവിടെ കിടക്കുന്നത് പോലും ആരും മൈൻഡ് ചെയ്യാറില്ല, പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ നികേഷ് പറയണ, അത് കൊടുത്തിട്ട് ഏട്ടത്തിക്ക് ഇങ്ങ് പോന്നൂടെ, ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചോളും. അപ്പൊ നിധി പറയുന്നു, ചുമ്മാതിരിക്കും നികേഷ്, അച്ഛാ അത് കഴിക്ക്. നികേഷ് ബാഗിൽ ഫോൺ ഉണ്ട്, ആദ്യം എടുത്തേ. നികേഷ് ഫോൺ എടുത്ത് കൊടുക്കുമ്പോൾ നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നികേഷ്, നിന്റെ സുധീഷ് ചേട്ടന്റെ ഫോണോ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ചേട്ടന്റെയോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതേ എടുത്തി, ഓഫ് ആണല്ലോ. ബന്നു കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരൻ സ്നേഹത്തോടുകൂടി നിധിയെ നോക്കുന്നുണ്ട്. നിധി ചോദിക്കുന്നു, എന്തിനാ സുധീഷൊപ്പം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അപ്പൊ നികേഷ് പറയണ, അറിയില്ല ഏട്ടത്തി എന്തിനാ സുധീഷിനെ വിളിക്കുന്നത്? അപ്പൊ നിധി പറയണ, വീട്ടിലേക്ക് വരുമ്പോൾ തെർമോമീറ്റർ വാങ്ങിച്ചോണ്ട് വരാൻ പറയാനാ. തെർമോമീറ്റർ എന്തിനാ മോളെന്നാ ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയണ, തെർമോമീറ്റർ ഇടിച്ചു പൊടിച്ചു കഴിച്ചാൽ പനി പെട്ടെന്ന് മാറുമെന്ന്. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, ഓ അത് ശരി. അപ്പൊ നിധി പറയുന്നു, അത് കഴിച്ചേ. ഈ സമയം സുധീഷ് വീട്ടിലേക്ക് വരികയാണ്. നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി? അപ്പൊ നിധി പറയണ, സുധീഷിനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. എന്തിനാ എന്നെ വിളിച്ചെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, വരുമ്പോൾ അച്ഛന് ഫീവർ ചെക്ക് ചെയ്യാനായി ഒരു തെർമോമീറ്റർ വാങ്ങിച്ചോണ്ട് വരാൻ വേണ്ടി പറയാനായിരുന്നു. ഇത് കേട്ട് ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ, ഓ പിന്നെ എനിക്ക് വേറെ ജോലിയില്ലേ? അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷും പിന്നാലെ പോവുകയാണ്. നിധിയും ഭാസ്കരനും വിഷമത്തോടു കൂടി ഇരിക്കുന്നു. സുധീഷിന്റെ അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്താ സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചാ കിട്ടാത്തത്? അത് ചാർജ് ഇല്ലടാന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോവുകയാണ്. ഫോൺ എടുത്ത് നോക്കി നികേഷ് മനസ്സിൽ പറയുന്നു, ചാർജ് ഉണ്ടല്ലോ, ഫോൺ ഓൺ ആണല്ലോ, പിന്നെന്താ റിങ് പോകാഞ്ഞ്? ഫ്ലൈറ്റ് മോഡ് ആണല്ലോ ഇട്ടിരിക്കുന്നത്, എന്തോ കുഴപ്പമുണ്ട്. ഈ സമയം പേഴ്സും എടുത്ത് നിധി പുറത്തേക്ക് പോകാനായി തുടങ്ങുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എവിടെ പോവാ? അപ്പൊ നിധി പറയണ, ഞാൻ കടയിൽ പോയിട്ട് വരാം. നികേഷ് ചോദിക്കുന്നു, എന്തിന്? ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. നിധി പറയുന്നു, തെർമോമീറ്റർ വാങ്ങിച്ചോണ്ട് വരാം. നിധി എന്തിനാ അതിന് പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛന് നല്ല പനിയുണ്ട്, എത്രയും ടെമ്പറേച്ചർ ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പൊ സുധീഷ് പറയണ, അയാൾ എങ്ങനെയെങ്കിലും ആവട്ടെ, അതിന് നിധിക്ക് എന്താ? അപ്പൊ നിധി പറയണ, നിങ്ങളെ പോലെ ആകാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ ഈ പനി വന്ന് ഞാൻ മരിച്ചൊന്നും പോകത്തില്ല, അങ്ങനെ ഞാൻ മരിച്ചു പോയാലും ഇവരൊക്കെ സന്തോഷിക്കത്തല്ലേ ഉള്ളൂ. ഇത് കേട്ട് നിധി ചോദിക്കണ, ഇപ്പൊ അച്ഛനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ, കഴിച്ചില്ലേ അത്? ഇനിയും കണ്ണടച്ച് കിടക്കാൻ നോക്ക്. നികേഷ് ഞാൻ പോയിട്ട് വരാം. അപ്പൊ സുധീഷ് പറയണ, നിധി നിക്ക്, ഞാൻ തന്നെ പോയിട്ട് വരാം. ഇപ്പൊ പോകില്ല എന്ന് പറഞ്ഞതോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ പോയില്ലെങ്കിൽ നിധി പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് വരാം. അങ്ങനെ സുധീഷ് ഫോൺ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി സുധീഷ് ഏട്ടന്റെ ഫോൺ ഫുൾ ചാർജ് ആണ്. ഇപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കിയതേ ഉള്ളൂ, പക്ഷേ എയർപ്ലെയിൻ മോഡിൽ ഇട്ടിരിക്കുക, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നിധി പറയണ, ഇതൊക്കെ അന്വേഷിക്കാൻ അവനെ കൊണ്ട് പറ്റും, ഒന്ന് കടയിൽ പോകാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തിക്കായിരുന്നെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നേനെ, അയാൾക്ക് ആര് പോകാനാ? എല്ലാവർക്കും കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് നിധി ഭാസ്കരന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, അച്ഛാ ഗുളിക കഴിച്ചോ? അപ്പൊ ഭാസ്കരൻ പറയണ, കഴിച്ചില്ല മോളെ, കഴിക്കണം. എന്താ അച്ഛ ഇതെന്ന് ചോദിച്ച് നിധി ഭാസ്കരന് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. നെറ്റിയിൽ തൊട്ട് നോക്കി നിധി പറയണ, പനി അങ്ങനെ തന്നെ ഉണ്ടല്ലോ. തുടർന്ന് സുഭാഷിന്റെ പണിസ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ചാന്ദിനി. ചാന്ദിനിയെ കാണുന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ ചാന്ദിനി ഈ സമയത്ത് ഇവിടെ തടിച്ചു വന്നത്? ഞാൻ നേരത്തെ വന്നായിരുന്നു എന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തിനാ ചാന്ദിനി ഇവിടെ നിൽക്കുന്നേ? നേരെ മുകളിലോട്ട് വരത്തില്ലായിരുന്നോ? അവിനാശിനെ അന്വേഷിച്ചു വന്നാണോ? അവൻ നേരത്തെ പോയായിരുന്നല്ലോ. അപ്പൊ ചാന്ദിനി സുഭാഷിനെ കാണാൻ വന്നതാണെന്ന് പറയുകയാണ്. എന്നെ കാണാനാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചാന്ദിനി പറയണ, ഞാൻ സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സുഭാഷ് ഏട്ടന് തരാനാ വന്നേ, കഴിക്ക്, ഞാൻ പോയി കൈ കഴുകിട്ട് വരാമെന്ന് സുഭാഷ് പറയുമ്പോൾ ചാന്ദിനി പറയണ, എന്റെ കയ്യിൽ സ്പൂൺ ഉണ്ട്. അങ്ങനെ ചാന്ദിനി ഗുലാബ് ജാം എടുത്ത് സുഭാഷിന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അത് കഴിച്ചു നോക്കി സുഭാഷ് പറയുന്നു, വളരെ നന്നായിട്ടുണ്ട് ചാന്ദിനി, ബഹുത് അച്ഛ. അപ്പൊ ചാന്ദിനി സുഭാഷിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ്. സന്തോഷത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടിയോ? സുഭാഷ് പറയാണ്, ഇത് തരാൻ വേണ്ടി ഈ സമയത്താണ് വരുന്നത്, അവിനാഷിന്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു, ഇനി എങ്ങനെ വീട്ടിൽ പോകും? അപ്പൊ ചാന്ദിനി പറയണ, അത് കുഴപ്പമില്ല, നടന്നു പോയിക്കോളാം. അപ്പൊ സുഭാഷ് പറയണ, ഈ സമയത്ത് തനിച്ചു വിടാനൊന്നും പറ്റില്ല, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം. അങ്ങനെ അവർ മുന്നോട്ട് നടക്കുകയാണ്. സൈക്കിളിലേക്ക്
നോക്കിയിരുന്ന സുഭാഷ് പറയുന്നു വാ ഇരിക്ക്. ചാന്ദിനി മുന്നിലേക്ക് കയറാനായി വരുമ്പോൾ സുഭാഷ് പറയുന്നു ഇവിടെയല്ല പിന്നിലിരിക്ക്, ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ചാന്ദിനി സുഭാഷിന്റെ കൈയെടുത്ത് മാറ്റി സൈക്കിളിന്റെ മുന്നിലേക്ക് ഇരിക്കുകയാണ്. സുഭാഷ് എന്ന് പതറി ചാന്ദിനിയെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ് ചാന്ദിനി. പിന്നിലിരിക്കുന്നതല്ലേ നല്ലതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സൈക്കിളിന്റെ ബെല്ലടിക്കുകയാണ് ചാന്ദിനി. സുഭാഷ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ ഒന്ന് നോക്കിയിട്ട് സൈക്കിള് ചവിട്ടുകയാണ്. അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ സമയം റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് സുനന്ദയും ലളിതയും. ലളിത ചോദിക്കുന്നു സുനന്ദ നീ വീട്ടിൽ താമസിക്കുന്നതിന് നിന്റെ അമ്മായിയമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? അപ്പൊ സുനന്ദ പറയുന്നു അങ്ങനെയൊന്നുമില്ല അമ്മേ, എന്റെ അമ്മായിയമ്മ വളരെ നല്ലതാ. അമ്മ എന്നെ വീട്ടിൽ വെച്ച് പോലും വഴക്ക് പറയാറില്ല, എന്നോട് നല്ല സ്നേഹമാ. ഇത് കേട്ട് ലളിത പറയണേ ഇത് കേൾക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങിയത് വെറുതെ ആയില്ലടി. ഇങ്ങനെ നല്ലൊരു ബന്ധമാണ് നീ വേണ്ടാന്ന് പറഞ്ഞത്. അമ്മ നിനക്ക് നല്ലതാണ് ചെയ്തു തന്നെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഇത് കേട്ട് പുഞ്ചിരിച്ച മുന്നോട്ട് നടന്നു വരുന്ന സുനന്ദ കാണുകയാണ് സുഭാഷും ചാന്ദിനിയും സൈക്കിളിൽ വരുന്നതായി. പുഞ്ചിരിച്ച അവരെ ഒന്ന് നോക്കിയിട്ട് സുനന്ദ പറയണ അമ്മേ അങ്ങോട്ട് നോക്കിയേ, ആദ്യം നമ്മുടെ സുഭാഷേട്ടനല്ലേ? അപ്പൊ ലളിത പറയണ മുന്നിൽ ഏതോ ഒരു പെണ്ണു ഇരിപ്പുണ്ടല്ലോ, അവനായിരിക്കില്ല, അവൻ ഒരു പെണ്ണിനെ സൈക്കിളിൽ എടുത്തിക്കൊണ്ട് വരുമോ? അപ്പൊ സുനന്ദ പറയണ അമ്മേ നന്നായിട്ട് നോക്ക്, അത് സുഭാഷേട്ടൻ തന്നെയാ. അപ്പൊ ലളിത പറയണ ആണല്ലോ എടി, ഇതാ ഹിന്ദിക്കാരി പെണ്ണല്ലേ, അന്ന് തറവാട്ടമ്പലത്തിലേക്ക് വന്നായിരുന്നല്ലോ. സുനന്ദ പറയുന്നു അതെ അമ്മേ, ആ കുട്ടിയാ. അവളെ ഇവൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയണ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇവർ രണ്ടുപേരും ചേരുമല്ലോ എന്ന്. ഇപ്പം ഞാൻ ചിന്തിച്ച പോലെ തന്നെ നടക്കുന്നു. സുഭാഷേട്ടൻ എത്രയും പെട്ടെന്ന് ഈ പെണ്ണിനെ കല്യാണം കഴിക്കും. അമ്മ കണ്ടോ? ചാന്ദിനിയുമായി സംസാരിച്ച് സൈക്കിളിൽ പോകുന്ന സുഭാഷ് ലളിതയും സുനന്ദയും ശ്രദ്ധിക്കുന്നതേയില്ല. സുനന്ദ പറയുന്നു എനിക്ക് വലിയ സന്തോഷമായി. ലളിത ചോദിക്കണ നീ എന്തേ പറയുന്നത്? കല്യാണം കഴിക്കുമെന്നോ? അവള് ഹിന്ദിക്കാരിയല്ലേ? അപ്പൊ സുനന്ദ പറയുന്നു അതിനെന്താ അമ്മേ, സുഭാഷേട്ടന് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? എത്രയും പെട്ടെന്ന് സുഭാഷേട്ടന്റെ കല്യാണം നടക്കണം. അങ്ങനെ സുനന്ദ കണ്ണീര് തുടയ്ക്കുമ്പോൾ ലളിത ചോദിക്കണ അതിന് നീ എന്തിനാടി കണ്ണു നിറഞ്ഞു നിൽക്കുന്നേ? അമ്മ അത് വിട്, വാ നമുക്ക് പോകാം. അപ്പൊ ലളിത ചോദിക്കണ അവന്റെ കല്യാണം നടന്നാൽ എന്താ, നടന്നില്ലെങ്കിൽ നിനക്കെന്താ? അപ്പൊ സുനന്ദ പറയണ അങ്ങനെയല്ലമ്മേ, എല്ലാവരുടെയും കല്യാണം നടക്കുന്നില്ലേ, സുഭാഷേട്ടന്റെ കല്യാണം നടക്കണ്ടേ? സുഭാഷേട്ടൻ ഒരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണം, അതെന്റെ ആഗ്രഹമാണമ്മേ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ലളിത പറയുന്നു ശരി വാ. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോവുകയാണ്. ഈ സമയം സൈക്കിളിൽ ആ വഴി വരികയാണ് സുഭാഷ്. സുനന്ദ എന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് വരുന്നു. സുഖമായിട്ടിരിക്കുന്ന സുനന്ദ. ഞാൻ സുഖമായിട്ടിരിക്കുന്ന സുഭാഷ് ഏട്ടാന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു അമ്മായി സുഖമായിട്ടിരിക്കുന്നോ? അവൻ എടുത്ത് ചോദിക്കണ പോയപ്പോ നീ കണ്ടില്ല, ഇപ്പോഴാണോ നിന്റെ കണ്ണ് കണ്ടത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ എവിടെ പോയിട്ട് വരുവാ? ഒന്ന് പതിരെ സുഭാഷ് പറയുന്നു അത് ഞാൻ. അപ്പൊ സുനന്ദ പറയണ കഷ്ടപ്പെടണ്ട, ഞാൻ കണ്ടായിരുന്നു സുഭാഷ് ഏട്ടൻ സൈക്കിളിന്റെ മുന്നിൽ ചാന്ദിനിയെ ഇരുത്തിക്കൊണ്ട് പോകുന്നത്. കണ്ടായിരുന്നു എന്ന് സുഭാഷ് ചമ്മലോട് കൂടി ചോദിക്കുമ്പോൾ സുനന്ദ ചോദിക്കുന്നു എന്താ സുഭാഷ് ഏട്ടാ പ്രേമാണോ? അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയൊന്നുമില്ല സുനന്ദ, അവള് അവിനാഷിനെ കാണാനായി സൈറ്റിലേക്ക് വന്നതാ. അവളുടെ ചേട്ടൻ തരിച്ചു പോകണ്ടെന്ന് കരുതി അവളുടെ വീടിന്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് വന്നതാ. ഞാൻ പറഞ്ഞ സത്യോ? ഇത് കേട്ട് സുനന്ദ പറയണ കൊണ്ടുപോയി വിട്ടത് ശരി, അതിനെന്തിനാ സുഭാഷൻ ഇങ്ങനെ ചിരിക്കുന്നതും നാണിക്കുന്നതും ഒക്കെ? ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിച്ച ലളിതയെ നോക്കുമ്പോൾ സുനന്ദ പറയണ എനിക്കും സന്തോഷമുള്ള സുഭാഷേട്ടാ, സുഭാഷേട്ടൻ ആ കുട്ടിയെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പൊ സുഭാഷ് പറയണ ഒന്ന് പോ സുനന്ദ, ചുമ്മാ അത് തന്നെ പറയാതെ. സുനന്ദ ഇത് കഴിച്ചു നോക്ക്, ചാന്ദിനി ഉണ്ടാക്കിക്കൊണ്ടുവന്ന സ്വീറ്റ്സാ. സുനന്ദ അത് കഴിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ടെന്ന് സുനന്ദ പറയുമ്പോൾ അമ്മായി എടുക്കുന്ന പറയുകയാണ് സുഭാഷ്. അപ്പൊ ലളിത പറയുന്നു എനിക്കിതൊന്നും വേണ്ട, ഇവക്ക് കൊടുത്തേര്. സുഭാഷ് പറയുന്നു ശരി. സുനന്ദ അശ്വിൻ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ സുനന്ദ പറയണ അശ്വിൻ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ സുനന്ദ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്